സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അലൈൻ ദുബായ് റോഡിലൂടെയാണ്. അപ്പോൾ വിവിധ രംഗങ്ങളായ കാഴ്ചകളാണ്. അപ്പോൾ വലത്ത് ഭാഗത്ത് നമ്മൾ കാണുന്നത് വളരെ മനോഹരമായ ഒരു കുന്നാണ്. മണൽ കൂട്ടിയിട്ടുണ്ടാക്കിയെടുക്കുന്ന കുന്ന്. നിങ്ങൾ വിചാരിക്കും മണൽ മാത്രം കൂട്ടിയിട്ടാണ് കുന്നുണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനല്ല. ദുബായിൽ ജീവിച്ച മനുഷ്യർ ഉപേക്ഷിച്ച് കഴിഞ്ഞ വേസ്റ്റുകളെല്ലാം കൂട്ടിയിട്ടാണ് സുഹൃത്തുക്കളെ കുന്നുണ്ടാക്കിയിരിക്കുന്നത്. എന്ത് വേസ്റ്റാണ്! നമ്മൾ അത്ഭുതപ്പെട്ടു. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇത് ചെറുതായിട്ട് തോന്നും. പക്ഷേ ഒരു ട്രക്കൊക്കെ അതിലെ കൂടെ പോവുകയാണെങ്കിൽ ചെറിയൊരു കളിപ്പാട്ടം പോകുന്നതിനൊക്കെ ചോപ്പിട്ടൊക്കെ അതുകൊണ്ട് പോകുന്നുണ്ട്. അതിൽ ഒരു കളിപ്പാട്ടത്തിൻ്റെ അത്ര വലിയ ഭീകരമായ ഒരു കാഴ്ചയാണത്. അപ്പോൾ ഈ ഏരിയയിൽ ട്രക്കൊക്കെ കിടക്കുന്നുണ്ടോ? അതെല്ലാം അവിടെ നിന്ന് ഇങ്ങനെ വേസ്റ്റുകൾ അനന്തരം അനുസ്യൂതം തട്ടിക്കൊണ്ടിരിക്കുകയാണ്. വേസ്റ്റുകളൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കാണുന്നതാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്ഥലം. നമ്മളെ നാട്ടിലേക്കുള്ള ഇങ്ങനെയുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഏരിയ കൂടെ പോയി കഴിഞ്ഞാൽ ഈ ഏരിയയിലുള്ളവർക്ക് പോലും പെണ്ണ് കിട്ടാത്ത രീതിയിലുള്ള അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഭാവിയിൽ ഇത് ഗ്രീൻ മൗണ്ടൻ ആയിട്ട് മാറും. അപ്പോൾ എന്തായാലും ഇവിടെ മരുഭൂമി ആയതുകൊണ്ടും ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ കറക്റ്റ് ആയതുകൊണ്ടും ഇവിടെ വളരെ നല്ല രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരുപാട് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകൾ പുതുതായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ യുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരുപാട് വിദേശികളായിട്ടുള്ള ആൾക്കാർ ഇവിടെ സെറ്റിൽ ആവാനുള്ള സാധ്യതകളല്ല അവർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞു. ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എന്നറിയപ്പെടുന്ന ഇപ്പം ദുബൈയാണ്. ഏറ്റവും കുറച്ച് കറണ്ട് കട്ടുള്ള സ്ഥലം, ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്ന സ്ഥലം, സേഫായിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് പുതിയ ബിൽഡിങ്ങൊക്കെ ഒരുപാട് പ്രസക്തിയുണ്ട്. ഇപ്പോൾ വരും കാലഘട്ടത്തിലെ ആഗോള പൊളിറ്റിക്സ് രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ദുബൈയാണ്. ഈ ദുബൈയുടെ അടുത്ത് തന്നെ കൂടെ എമിറേറ്റ്സുകളുണ്ട്. അതുകൂടാതെ ഈ മിന റീജിയൻ എന്ന് പറയുന്ന അറബിക് മേഖലയാണ് ഇനി അടുത്ത യൂറോപ്പായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സംവിധാനം എന്ന് പറയുന്നത് ഇത്തിഹാദ് റെയിലാണ്. അപ്പോൾ ഇത്തിഹാദ് റെയിലിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഇത്തിഹാദ് റെയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ UAE മാത്രം നിലനിൽക്കുന്ന റെയിലല്ല. അപ്പോൾ ഈ GCC കൺട്രീസ്, ഗൾഫ് റീജിയനിലുള്ള കൺട്രീസുകളിലേക്കെല്ലാം വ്യാപിക്കാൻ പോകുന്ന ഒരു റെയിൽ സംവിധാനമാണ്. ആ റെയിൽ സംവിധാനവും ട്രാഫിക് ഇൻ്റഗ്രേഷനും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സമയത്ത് ഒറ്റ വിസയിൽ എല്ലാ രാജ്യത്തേക്കും ഷെങ്കൻ വിസ പോലെ പോകാനുള്ള ഒരു സംവിധാനം വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു മിനി യൂറോപ്പായിട്ട് മാറും. ഇപ്പോൾ തന്നെ ഒരുപാട് നിയമങ്ങൾ, ഒരുപാട് ചട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ദേശരാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന എൻ്റെ രാജ്യം മാത്രം വലുത് എന്ന് പറയുന്ന സങ്കല്പങ്ങളൊക്കെ ഇല്ലാതാവാൻ പോവുകയാണ് ലോകത്ത്. ആഗോള പൗരന്മാർ രൂപപ്പെട്ടു വരാൻ പോവുകയാണ്. അപ്പോൾ ഏത് രാജ്യത്തും ഏത് പൗരനും ജീവിക്കാനും ഏത് രാജ്യത്തെ അവകാശങ്ങൾ തുല്യമായി പങ്കിടാനും കഴിയുന്ന രീതിയിലുള്ള ആഗോള വ്യവസ്ഥ ലോകത്ത് നിലവിൽ വരാൻ പോവുകയാണ്. അപ്പോൾ ഭരണം നടത്തുന്നത്, സംവിധാനങ്ങൾ നടത്തുന്നതൊക്കെ മനുഷ്യർ അപ്പോൾ അത്രയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അടുത്ത വിഷയത്തിലേക്ക്. അപ്പോൾ വലത്ത് സൈഡിൽ കാണുന്നത് കുതിരയൊക്കെ സെയിൽ നടത്തുന്ന സ്ഥലമാണ്. നമ്മൾ കുതിര കച്ചവടം എന്നൊക്കെ പറയില്ലേ, യഥാർത്ഥത്തിലുള്ള ഈ ദുബായിലെ കുതിര കച്ചവടം നടത്താണ്. ഷെയ്ഖ് മുഹമ്മദിൻ്റെ ഫോട്ടോയൊക്കെ കൊണ്ടോടെ. അപ്പോൾ കുതിര കച്ചവടം നടക്കുന്ന സ്ഥലമാണത്. അതായത് 1 മില്യൺ തൊട്ട് 1500 രൂപ വരെയുള്ള കുതിരകളെ നമുക്ക് ഇവിടുന്ന് സെയിൽ സീസണ് മേടിക്കാം. ഔട്ട്ലെറ്റ് മാൾ ഇതാണ്. ഇടത്ത് സൈഡിൽ ഔട്ട്ലെറ്റ് മാൾ നമുക്കിവിടെ കാണാൻ പറ്റും. ആ കാണുന്നതാണ് ദുബായ് ഔട്ട്ലെറ്റ് മാൾ. ഈ ഔട്ട്ലെറ്റ് മാളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള ബ്രാൻഡഡ് കമ്പനികൾ, ഷൂസ് മുതൽ ജീൻസ് വരെയുള്ള, ജെട്ടി വരെയുള്ള എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഷോറൂമുകൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ കുറഞ്ഞ പൈസയ്ക്ക് ഓവർലൊക്കെ മേടിക്കും. പ്രത്യേകിച്ച് പെരുന്നാൾ സീസണിലൊക്കെ വലിയ ബ്രാൻഡുകളൊക്കെ വെറും 50 ദിറംസിനൊക്കെ കിട്ടും. നമ്മളൊക്കെ അതിൽ 50 ദിറംസിൻ്റെ ഉടുപ്പൊക്കെ മേടിച്ചിരുന്നു. അപ്പോൾ ലുലു മാൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ദുബായിൽ നിന്നുള്ള എല്ലാ ബ്രാൻഡുകളും ആൾക്കാർക്കും വേണമെങ്കിൽ വെറുതെ 7 രൂപ എടുത്ത് ബസ്സിൽ കയറുക, ഇവിടെ ഇറങ്ങും. ബസ്സുണ്ട് കേട്ടോ. 2 മണിക്കൂറായിട്ട് ദുബായ് ബസ് സ്റ്റേഷനിൽ നിന്ന് ബസ്സുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്രാൻഡഡ് സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പിന്നീട് വിശദമായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നോർത്ത് എമിറേറ്റ്സിലേക്കാണ്. ബെന്നിബായ് സുഖമല്ലേ? ബെന്നിബായ് ഇങ്ങനെ വാതിദ്രുതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 120-ൽ പോകാൻ പറ്റുന്ന റോഡാണുള്ളത്. അപ്പോൾ നമ്മൾ പോകുന്നത് റാഷിദിയ മെട്രോ സ്റ്റേഷനിലേക്കാണ്. അവിടെ നിന്നാണ് നമ്മളെ ഡ്രൈവറെ നമ്മൾ ഹയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡ്രൈവറെ നമ്മൾ അവിടെ നിന്ന് കിടത്തിയതിന് ശേഷം ദുബൈയുടെ ഹൃദയഭാഗത്താണ് ഈ റാഷിദിയ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, കടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് നമ്മുടെ യാത്ര സത്യത്തിൽ ആരംഭിക്കുന്നത്. നമ്മളെ യാത്രയൊന്നും ഇത് ആരംഭിച്ചിട്ടില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോർത്ത് എമിറേറ്റ്സിലെ വിവിധ തടാകങ്ങളിലൂടെ, വെള്ളച്ചാട്ടങ്ങളിലൂടെ, തോട്ടങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കും. അങ്ങനെയൊക്കെ സഞ്ചരിച്ച് വിവിധങ്ങളായ കാഴ്ചകൾ കണ്ട് നമ്മളൊന്ന് ആസ്വദിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം റാഷിദിയ മെട്രോ സ്റ്റേഷനിലെത്താൻ ഇനിയും 15 മിനിറ്റ് സമയം വരും. ഇപ്പോൾ നമ്മൾ ഏകദേശം ഔട്ട്സ്കർട്ടിൽ നിന്ന്, ദുബായ് നഗരത്തിൻ്റെ ഔട്ട്സ്കർട്ടിൽ നിന്ന്
ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അമ്പര ചുംബികളായ ഒരുപാട് ബിൽഡിങ്ങുകൾ രണ്ട് സൈഡിലുമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ആ ദൂരെ കാണുന്നതാണ് ബിൻഗാട്ടി എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട് ഇവിടെ. ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള ബിൽഡിങ്ങുകൾ ഇപ്പോൾ ദുബൈയിൽ വിൽക്കുന്നത് ബിൻഗാട്ടി എന്ന് പറയുന്ന കമ്പനിയാണ്. ജേക്കബ് ആൻഡ് കോ എന്ന് പറയുന്ന കമ്പനിയാണ് ബിൽഡിംഗ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്. ജേക്കബ് ആൻഡ് കോ എന്ന കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അവരാണ് ഈ റോളക്സിൻ്റെ വാച്ചുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ബിൽഡിങ്ങിൻ്റെ കാടുകളാണ്. മരുഭൂമിയുടെ മണൽക്കാടുകൾക്ക് ശേഷം നമ്മൾ ബിൽഡിങ്ങിൻ്റെ കാടുകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫക്കിയ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ, അക്കാഡമിക് സിറ്റി അങ്ങനെ തുടങ്ങിയ കുറേ സംഗതികൾ ഈ ഭാഗത്താണുള്ളത്. ആ ഭാഗത്ത് ഷിപ്പ് പോലിരിക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിന് ചുറ്റും വെള്ളം കയറി കിടക്കുമ്പോൾ ഷിപ്പാണോ എന്ന് നമുക്ക് സംശയം തോന്നും. മഴക്കാലത്തൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് ഇവിടെ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി പറയാനുള്ള, ഇവിടെ ഇപ്പോൾ വാഗമരങ്ങൾ പൂക്കുന്ന സമയമാണ്. ഒരുപാട് വാഗമരങ്ങൾ പൂത്തിട്ടുണ്ട്. നല്ല നയന മനോഹരമായ കാഴ്ചയാണ്. ഇലകളെല്ലാം പൊഴിഞ്ഞു പോയതിനു ശേഷം പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വാഗമരങ്ങളുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ല രസമാണ്. അപ്പോൾ ഒരു കവി പറഞ്ഞതുപോലെ ഇലകളെല്ലാം പൊഴിച്ച വേനലിനോട് വാശി തീർക്കാൻ വേണ്ടി ചുമന്നു തന്നെ ഞങ്ങൾ പൂത്തു എന്ന് പറയുന്ന വാഗമരങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ് ഇപ്പോൾ ദുബൈ. അപ്പോൾ ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് സിലിക്കൺ ഒയാസിസിലാണ്. സിലിക്കൺ ഒയാസിസിൽ വളരെ രസകരമായ കാഴ്ചകളുണ്ട്. അതൊരു ഫ്രീ സോൺ ഏരിയ പോലെ പ്രവർത്തിക്കുന്ന ഏരിയയാണ്. അവിടെ ഒരു വലിയ ലുലു സെൻ്റർ ഉണ്ട്. നമ്മളിപ്പോൾ ലുലു സെൻ്റർ ഉണ്ട്. അതാണ് ഇപ്പം ബിൻഗാട്ടി ബിൽഡിംഗ്. ബിൻഗാട്ടി ബിൽഡിങ്ങിൻ്റെ മോഡലുകൾ വളരെ രസമാണ്. വളരെ ചുവന്ന ബിൽഡിങ്ങുകളായിരിക്കും ബിൻഗാട്ടിയുടെ ബിൽഡിങ്. സിലിക്കോൺ സെൻട്രൽ എന്ന് പറയുന്ന ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് നോക്കും, ആ ബോർഡ് സിലിക്കോൺ ഒയാസിസിൻ്റെ സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് മലയാളിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനകരമായ ഒരു കാഴ്ചയാണ് ഈ സിലിക്കോൺ സെൻട്രലിൽ കാണുന്ന ലുലു എന്ന് പറയുന്നത്. ഇത്രയും വലിയ ഭീകരമായ ഒരു ബിൽഡിങ്ങിലാണ് ലുലു പ്രവർത്തിക്കുന്നത്. ഇത് രാത്രി കണ്ടാൽ ചുവപ്പോ പച്ചയോ നിറങ്ങളിലൊക്കെ ആയിരിക്കും ഇത് കാണുക. അതുപോലെ ലുലു എന്ന് എഴുതിയിരിക്കുന്ന കാണുമ്പോൾ ഇത് മൊത്തം ലുലു ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ അഭിമാനം ഉണ്ടാകും. പക്ഷേ മൊത്തം ലുലു എന്നല്ല, അതിൻ്റെ ഒരു ചെറിയ ഭാഗത്തെ ലുലു ഉള്ളൂ. പക്ഷേ ഇത് വളരെ രസകരമായ ഒരുപാട് വലിയ ഇൻ്റർനാഷണൽ കമ്പനികൾ, ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്യുന്ന കമ്പനികളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സിലിക്കോൺ ഒയാസിസ്. വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ദുബൈയുടെ വളരെ വില കൂടിയ ജീവിത സൗകര്യങ്ങളുള്ള സ്ഥലങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്ന കാണാൻ ഡക്ക എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചേക്കുന്നുണ്ട്. 5 year പ്ലാൻ 1.4 million. ഇതിനെക്കുറിച്ച് എന്തായാലും പറയേണ്ടതുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അറേബ്യൻ ഹിൽസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്ഥലം വിൽക്കുന്നുണ്ട്. അതിൻ്റെ കമ്പനിയുടെ പരസ്യമാണത്. അപ്പോൾ ലോകത്തുള്ള ഏതൊരു മനുഷ്യർക്കും ഇവിടെ വന്ന് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ മേടിച്ച് ഇതുപോലുള്ള മനോഹരമായ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ പറ്റും, ഫ്രീ ഹോൾഡായിട്ട് സ്വന്തം പേരിൽ. അപ്പോൾ ഡക്ക എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ഥലം 120 ദിർഹം വെറും സ്ക്വയർ ഫീറ്റിന് ഇവിടെ ദുബൈ അലയൻ റോഡിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ ഡാക്ക എന്ന് പറഞ്ഞ കമ്പനിയെ ബന്ധപ്പെടുക. അപ്പോൾ 120 രൂപയിൽ കുറച്ച് കിട്ടണമെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക. ഒരു 80 രൂപയ്ക്കൊക്കെ നമ്മൾ സ്ഥലം തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അതേ കമ്പനിയുടെ അതേ സ്ഥലം നമുക്ക് അതിൽ കുറച്ച് വിലയ്ക്ക് തരാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ റാഷിദിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റാഷിദിയ മെട്രോ സ്റ്റേഷനാണെന്ന് നമ്മൾ അടുത്ത ലക്ഷ്യം കാണിച്ചു കൊടുക്കുക. ആ ബിൽഡിങ്ങിൽ കാണിച്ചു കൊടുക്കും. ഇതുപോലത്തെ ഒരു ബിൽഡിങ്ങുകളൊക്കെയാണ് ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊറോണയ്ക്ക് ശേഷം ദുബൈ വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതങ്ങ് ഒരു 10-25 നില മുകളിലോട്ട് കയറിപ്പോവും. അപ്പോൾ നമ്മളെ 4 പഞ്ചായത്തിലെ ആൾക്കാർക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റും ഇതുപോലത്തെ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ സജിമാഷൊക്കെ നമ്മളെ കമൻട്രി കേട്ടിട്ട് ഉറങ്ങിപ്പോയി. സജിമാഷ് എന്തുകൊണ്ട്? അപ്പോൾ പിന്നെ സുഹൃത്തുക്കളെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.